കോടികൾ വിലമതിക്കുന്ന ഒരു വലിയ കളിസ്ഥലത്തേക്കാൾ വീതിയുള്ള ഒരു ഭീമൻ വിമാനം ആകാശത്ത് പറക്കുന്നതാലോചിച്ചിട്ടുണ്ടോ? അത് മറ്റൊന്നുമാകാൻ വഴിയില്ല, ആകാശത്തിലെ രാജാവെന്നറിയപ്പെടുന്ന എയർബസ് 380 തന്നെയായിരിക്കും. ആഡംബരത്തിന്റെ അങ്ങേയറ്റമായ റെസ്റ്റോറന്റുകളും മനോഹരമായ ബാറുകളും, എന്തിനേറെ പറയുന്നു, ആകാശച്ചുഴിയിൽ കുളിക്കാൻ ഒരു മികച്ച ബാത്റൂം സൗകര്യം വരെയുള്ള ഈ വിമാനത്തിന്റെ വിശേഷങ്ങളും അതിന്റെ നിർമ്മാണ രഹസ്യങ്ങളും ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു പുതിയ വിമാനം നിർമ്മിച്ച് അതിന്റെ ഉള്ളിലെ യാത്രാസൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിന്റെ പുറംഭാഗം ഭംഗിയാക്കുക അഥവാ പെയിന്റ് ചെയ്യുക എന്നതാണ്. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിന്റെ പെയിന്റിംഗ് അത്ര എളുപ്പമുള്ള പണിയല്ല. പല തട്ടുകളായാണ് ഇതിന്റെ ബോഡിയിൽ പെയിന്റ് അടിച്ചു തീർക്കുന്നത്. പ്രൈമറും ബേസ് കോട്ടും അടിച്ച ശേഷം പ്രധാനപ്പെട്ട നിറം നൽകുകയും പിന്നീട് വിമാനത്തിന് നല്ല തിളക്കം ലഭിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ക്ലിയർ കോട്ട് കൂടി അടിക്കുകയും ചെയ്യുന്നു. ജർമ്മനിയിലെ വലിയൊരു ഫാക്ടറിയിൽ വെച്ച് നടക്കുന്ന ഈ ഒരു പ്രക്രിയ പൂർത്തിയാക്കാൻ മാത്രം ഏകദേശം 2 ആഴ്ചയിലധികം സമയമെടുക്കും. ഈ പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞു വരുമ്പോൾ വിമാനത്തിൽ അടിച്ചിരിക്കുന്ന പെയിന്റിന് മാത്രം ഒരു ചെറിയ കാറിന്റെ അത്രയും ഭാരം, അതായത് 500-ലധികം കിലോ ഭാരം ഉണ്ടാകും. ഒരു വലിയ ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ പെയിന്റ് ചെയ്ത് തീർക്കുന്നത്. ഇതിന്റെ ഓരോ ഭാഗവും ഒരുപോലെ കൃത്യതയോടെ ചെയ്യേണ്ടതുണ്ട്. കാരണം 10,000-കണക്കിന് അടി ഉയരത്തിൽ പറക്കുന്ന ഈ വിമാനത്തിന് അവിടെയുള്ള അൾട്രാവയലറ്റ് രശ്മികളെയും ആകാശത്തിലെ കഠിനമായ തണുപ്പിനെയും ഭൂമിയിലെ അസഹനീയമായ ചൂടിനെയും ഒരേപോലെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പെയിന്റിംഗ് വെറുമൊരു ഭംഗിക്ക് മാത്രമല്ല, വിമാനത്തിന്റെ അലൂമിനിയം ബോഡി കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു ഭീമൻ വിമാനം നിർമ്മിക്കാൻ ഏകദേശം 40 ലക്ഷത്തോളം ചെറിയ ചെറിയ ഭാഗങ്ങൾ ആവശ്യമായി വരുന്നുണ്ട്. ഇതിന്റെ ഭീമാകാരമായ ചിറകുകളും ശക്തമായ എഞ്ചിനുകളും മുതൽ ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ചെറിയ സ്ക്രൂകളും വയറുകളും വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് നിരത്തി വെക്കണമെങ്കിൽ തന്നെ ഒരു ചെറിയ നഗരത്തിന്റെ അത്രയും വലിപ്പമുള്ള സ്ഥലം വേണ്ടിവരും. ലോകത്തിലെ 30ഓളം വ്യത്യസ്ത രാജ്യങ്ങളിലെ 1500ഓളം കമ്പനികളിൽ നിന്നാണ് ഈ ഓരോ ഭാഗങ്ങളും നിർമ്മിച്ച് എത്തിക്കുന്നത്. ലോകചരിത്രത്തിൽ തന്നെ ഇത്രയധികം രാജ്യങ്ങളുടെ സഹകരണത്തോടെ നിർമ്മിച്ച മറ്റൊരു അത്ഭുത മെഷീൻ വേറെയുണ്ടാകില്ല. ചിറകുകൾ ഒരു രാജ്യത്തും വിമാനത്തിന്റെ ബോഡി മറ്റ് രാജ്യങ്ങളിലും അതിന്റെ ലാൻഡിംഗ് ഗിയറുകളും എഞ്ചിനുകളും വേറെയും രാജ്യങ്ങളിലാണ് തയ്യാറാക്കുന്നത്. ബാക്കിയുള്ള ഇലക്ട്രിക്കൽ വയറുകളും ലൈറ്റുകളും ടിവികളുമൊക്കെ ജപ്പാൻ, കൊറിയ പോലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇത്രയധികം സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായ അളവിൽ ഒരുമിച്ച് ചേർക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. 1 മില്ലിമീറ്ററിന്റെ വ്യത്യാസം വന്നാൽ പോലും ഈ ഭാഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെയാകും. ഇതിലെ വയറുകൾ മാത്രം അഴിച്ചു നീട്ടിവെച്ചാൽ 100 കണക്കിന് കിലോമീറ്റർ നീളമുണ്ടാകും. ഫ്രാൻസിലെ ഒരു പ്രധാന കേന്ദ്രത്തിൽ വെച്ചാണ് ഇതെല്ലാം കൂട്ടിച്ചേർക്കുന്നത്. ഇത്രയും വലിയ ഭാരവും ശക്തമായ 4 എഞ്ചിനുകളും ഉണ്ടായിരുന്നിട്ടും ലോകത്തിലെ ഏറ്റവും ശബ്ദം കുറഞ്ഞ വലിയ വിമാനങ്ങളിൽ ഒന്നാണിത്. വിമാനം രൂപകൽപ്പന ചെയ്ത കാലം തൊട്ടേ ഇതിന്റെ ശബ്ദം കുറയ്ക്കുക എന്നത് എഞ്ചിനീയർമാരുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. കാരണം വലിയ ശബ്ദമുണ്ടാക്കിയാൽ എയർപോർട്ടുകളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വലിയ ഫാൻ ബ്ലേഡുകൾ നൽകിയാണ് എഞ്ചിനീയർമാർ ഇത് സാധിച്ചെടുത്തത്. അതുകൊണ്ടുതന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഈ വിമാനത്തിന് ശബ്ദം വളരെ കുറവാണ്. 2 നിലകളുള്ള ഈ വിമാനത്തിനുള്ളിൽ ഒരു വലിയ വീടിന്റെ അത്രയും സ്ഥലമുണ്ട്. അതുകൊണ്ടുതന്നെ മുൻപൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആഡംബര സൗകര്യങ്ങൾ ഒരുക്കാൻ കമ്പനികൾക്ക് സാധിച്ചു. വിമാനത്തിനുള്ളിൽ കുളിക്കാനുള്ള ഷവർ റൂമുകളും യാത്രക്കാർക്ക് സംസാരിച്ചിരിക്കാൻ ബാറും ലോഞ്ചുമൊക്കെ ഇതിലൊരുക്കിയിരുന്നു. ചില എയർലൈൻസുകൾ അടുത്തടുത്തുള്ള റൂമുകൾ കൂട്ടിച്ചേർത്ത് വലിയ ഡബിൾ ബെഡുള്ള മുറികൾ വരെ യാത്രക്കാർക്കായി നൽകി. 2 പേർക്ക് യാത്ര ചെയ്യാൻ പാകത്തിൽ 3 മുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റ് തന്നെ ചില വിമാനങ്ങളിലുണ്ടായിരുന്നു. ലിവിംഗ് റൂമും വലിയ ടിവിയും പ്രൈവറ്റ് ബാത്റൂമുമൊക്കെയുള്ള ഈ യാത്രയ്ക്ക് ലക്ഷക്കണക്കിന് രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. വിമാനത്തിന്റെ ചിറകുകൾക്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിനേക്കാൾ വീതിയുണ്ട്. അലൂമിനിയവും കാർബൺ ഫൈബറുമൊക്കെ ചേർത്താണ് ഈ ചിറകുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വിമാനത്തിന്റെ മുഴുവൻ ഭാരവും താങ്ങുകയും കാറ്റിന്റെ കഠിനമായ പ്രഷറിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ജോലി. എന്നാൽ ഈ വലിയ വലിപ്പം കാരണം തുടക്കത്തിൽ പല എയർപോർട്ടുകൾക്കും ഇത് വലിയൊരു തലവേദനയായിരുന്നു. അന്നത്തെ റൺവേകളിലോ ഗേറ്റുകളിലോ ഒന്നും ഈ വിമാനത്തിന് കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. ഭീമമായ ഭാരം താങ്ങാൻ പല റൺവേകൾക്കും ശേഷിയുണ്ടായിരുന്നില്ല. കൂടാതെ ഇതിന്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന ശക്തമായ കാറ്റ് പുറകിലുള്ള വാഹനങ്ങളെ വരെ തെറിപ്പിച്ചു കളയാൻ തക്ക ശക്തിയുള്ളതായിരുന്നു. ഇതോടെ ലോകമെമ്പാടുമുള്ള വലിയ എയർപോർട്ടുകൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരായി. റൺവേകൾ ബലപ്പെടുത്തുകയും ഒരേസമയം 2 നിലകളിലേക്ക് യാത്രക്കാരെ കയറ്റാൻ പാകത്തിലുള്ള പുതിയ ബ്രിഡ്ജുകൾ സ്ഥാപിക്കുകയും ചെയ്തു.
ഈ പ്ലെയിൻ ഉണ്ടാക്കിയെടുക്കാൻ കമ്പനിക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ചിലവായത്. ഇതിൽ മുഴുവനായി ആളുകളെ കയറ്റുകയാണെങ്കിൽ 800-ലധികം പേർക്ക് വരെ യാത്ര ചെയ്യാം. എന്നാൽ ഇത്രയും വലിയ വിമാനം നിർമ്മിക്കുന്ന തിരക്കിലായിരുന്നപ്പോൾ മറ്റു എതിരാളികൾ ബുദ്ധിപരമായ മറ്റൊരു നീക്കം നടത്തി. അവർ 2 എഞ്ചിനുകൾ മാത്രമുള്ള, കുറഞ്ഞ ഇന്ധനം വേണ്ട, ഭാരം കുറഞ്ഞ ചെറിയ വിമാനങ്ങൾ നിർമ്മിച്ചു. ഇത് എവിടെ വേണമെങ്കിലും ലാഭത്തിൽ ഓടിക്കാൻ എയർലൈനുകൾക്ക് സാധിക്കുമായിരുന്നു. വലിയ എയർപോർട്ടുകളിൽ പോയി കണക്റ്റിംഗ് ഫ്ലൈറ്റ് പിടിക്കുന്നതിനു പകരം ചെറിയ നഗരങ്ങൾക്കിടയിൽ നേരിട്ട് സർവീസ് നടത്താൻ ഈ ചെറിയ വിമാനങ്ങൾ സഹായിച്ചു. ഇതോടെ വലിയ വിമാനങ്ങളുടെ ബിസിനസ് പതുക്കെ തകരാൻ തുടങ്ങി. ആളില്ലാത്ത അവസ്ഥ വന്നതോടെ വിമാനങ്ങളുടെ നിർമ്മാണം നിർത്താൻ കമ്പനി തീരുമാനിച്ചു. മുടക്കിയ പണം പോലും തിരിച്ചുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല. പൈലറ്റുമാർക്കും യാത്രക്കാർക്കും പ്രിയപ്പെട്ടതായിരുന്നിട്ടും ബിസിനസ് ലോകത്ത് ഇത് വലിയൊരു പരാജയമായി മാറി. എന്നാൽ കഥ ഇവിടെ തീർന്നില്ല. 2020-ൽ ലോകത്തുണ്ടായ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ വിമാനങ്ങളെല്ലാം പലയിടങ്ങളിലായി പാർക്ക് ചെയ്യപ്പെടുകയും ചിലത് പൊളിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ ആ പ്രതിസന്ധി മാറി. ആളുകൾ വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങിയതോടെ കഥയാകെ മാറി. ദൂരയാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. ചെറിയ വിമാനങ്ങൾക്ക് ഇത്രയും ആളുകളെ താങ്ങാൻ പറ്റാതെ വന്നതോടെ പഴയ വലിയ വിമാനങ്ങൾ വീണ്ടും നിരത്തിലിറക്കാൻ എയർലൈനുകൾ തീരുമാനിച്ചു. വലിയ ചിലവുകൾ സഹിച്ചും അവർ ഈ വിമാനങ്ങളെ പൊടിതട്ടിയെടുത്ത് വീണ്ടും ആകാശത്തേക്ക് പറത്തി. എല്ലാവരും കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഈ വിമാനം ഇന്ന് ആകാശത്ത് പണ്ടത്തേക്കാളും ഭംഗിയായി പറക്കുകയാണ്. ഒരേ സമയം ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്തേക്കാൾ മികച്ചതായി വേറൊന്നുമില്ല എന്ന സത്യമാണിവിടെ തെളിയിക്കപ്പെട്ടത്. വലിയ ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം ഈ വിമാനം നൽകുന്ന യാത്രാനുഭവം എന്നും വേറിട്ടതു തന്നെയാണ്. പുതിയൊരു അറിവുമായി വീണ്ടും കാണാം.